നല്ല സ്വാദുണ്ടോ ഭക്ഷണം? നല്ല സ്വാദ്. 10 രൂപയ്ക്ക് 3 ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. ഇന്ദിരാ ക്യാൻറ്റീൻ ഒരു വൻ വിജയമാണ്. ഇവിടെ ഇത് സച്ചിനാണ്, അദ്ദേഹത്തോട് ചോദിക്കുക, ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു നല്ല സ്വാദ്. അപ്പം ഞാനെടുത്തു സാമ്പാറൊക്കെ കൂട്ടിയപ്പോൾ ഭയങ്കര സ്വാദാണ്. നല്ല മന്തി എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചമ്മന്തി സാമ്പാർ. UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതി നമ്മൾ ഒരു ആശയമാണ്. നമ്മളത് ആലോചിക്കും. എല്ലാവരുടെയും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ, പ്രത്യേകിച്ച് സിറ്റികളിലാണ് ആവശ്യം. വേണമെങ്കിൽ ഇത് ആരംഭിക്കാവുന്നതാണ്. അതിനെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇതുപോലെ തന്നെ സമാനമായ പദ്ധതി ഉണ്ടാവും. അതെ, അത് പഠിക്കണം. അത് പഠിച്ചിട്ട് ഇവരെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കിയിട്ട് നമുക്കും കേരളത്തിലെ സിറ്റികളിൽ അറ്റ്ലീസ്റ്റ് ഇത്തരം ഭക്ഷണം കൊടുക്കാനുള്ള നടപടികൾ. മറ്റൊരു ഗ്യാരണ്ടിയായി തന്നെ പറയാം. ഗ്യാരണ്ടി 5 ഉള്ളൂ. നമ്മുടെ രമേശ് ചെന്നിത്തല സാറിന് 3 ഇഡ്ഡലി സാമ്പാറും കേമായി ഇഷ്ടമായിരിക്കുന്നു. എന്തൊരു സ്വാദാണ്. 3 ഇഡ്ഡലി ചട്നി സാമ്പാറും എല്ലാം കൂടെ ചേർത്ത് വെറും 10 രൂപ. കൊച്ചി കോർപ്പറേഷനിലാണേ ഇപ്പോൾ ഭരിക്കണത് UDF ആണല്ലോടെ. അവരുടെ കീഴിൽ ഒരു ഇന്ദിരാ ക്യാൻറ്റീൻ അങ്ങ് തുടങ്ങി. ഇതിൻ്റെ ഒരു മാതൃകാ പദ്ധതി എന്ന് പറയുന്നത് കർണാടകയിൽ ആ സർക്കാർ ഇതുപോലെ ഇന്ദിരാ ക്യാൻറ്റീൻ നടത്തുന്നുണ്ട്. അവിടെ വിഭവങ്ങൾക്കൊക്കെ പ്രാതലിന് 5 റുപ്യ, ഉച്ചയ്ക്ക് ഊണിന് 10 റുപ്യ. പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF കൊച്ചിയിൽ ഇതുപോലൊരു ഇന്ദിരാ ക്യാൻറ്റീൻ തുടങ്ങിയിരിക്കുന്നത്. ഈ കർണാടകത്തിലെ സർക്കാരിന് ഇതിൻ്റെ ഒരു മാതൃക കിട്ടിയത് തൊട്ട അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. അവിടെ ഈ ജയലളിതയുടെ കാലത്ത് തുടങ്ങി വെച്ച ഈ അമ്മാവണവുമുണ്ട്. അവിടെ അത് ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെ 10 രൂപയ്ക്കും 15 രൂപയ്ക്കൊക്കെ ചുരുങ്ങിയ ചിലവിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനെ പിന്തുടർന്നാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന എറണാകുളത്തും സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഇരുന്നാണ് നമ്മുടെ രമേശ് ചെന്നിത്തല സാറ് ഈ ഭക്ഷണം കഴിക്കുന്നത്. ഇതാലോചിച്ചിട്ട് നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. 3 ഇഡ്ഡലിയും ഈ സാമ്പാർ ചട്നി ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് എന്ത് ചിലവ് വരും? അരിയുടെ വില എടുക്കണം, ഉഴുന്നിൻ്റെ ചിലവെടുക്കണം, ഗ്യാസ് വേണം, തേങ്ങ വേണം, സാമ്പാറാണെങ്കിൽ പച്ചക്കറികൾ വേണം, മുളക് പൊടി വേണം, അതിന് വേണ്ടിയുള്ള മസാലക്കൂട്ടുകൾ വേണം. ഇതെല്ലാം ചേർത്ത് അത് പണിയെടുക്കാനുള്ള ലേബേഴ്സിൻ്റെ കൂലി വേണം. ഇനി അത് വാടകയ്ക്കാണ് സ്ഥലമെങ്കിൽ അതിൻ്റെ വാടക വേണം, കറണ്ട് വേണം. ഇങ്ങനെയൊക്കെ ചിലവെടുത്ത് കഴിയുമ്പോൾ ഈ 10 രൂപയ്ക്ക് എന്തായാലും ഇത് കൊടുക്കാൻ പറ്റില്ല. ചുരുങ്ങിയത് ഒരു 30-40 രൂപ, 30 രൂപയെങ്കിലും ചിലവ് വരും. 10 രൂപ ലാഭെടുത്താലും 40 രൂപയെങ്കിലും ആ വില വരും യഥാർത്ഥത്തിൽ. അപ്പോൾ ഇവർക്കിതെങ്ങനെ സാധിക്കുന്നു? വലിയ തോതിലുള്ള സർക്കാർ സഹായം കൊടുക്കണം. ഇപ്പോൾ കോർപ്പറേഷൻ ഇതിന് വേണ്ടിയിട്ട് വലിയൊരു തുക ഇതിനു വേണ്ടി സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ UDF ഇതൊരു ഗ്യാരണ്ടി ആയി കൊടുക്കുമോ, കേരളം മുഴുവൻ നടപ്പിലാക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രമേശ് ചെന്നിത്തല കിടന്നിട്ട് ഉരുളുന്നുണ്ട്. കാരണം ഇതിൻ്റെ അപകടം പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും വലിയ തുക ഇതെല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 10 രൂപയ്ക്ക് 3 ഇഡ്ഡലി കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും സ്വന്തം വീടുകളിൽ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കും? നേരെ ഇന്ദിരാ ക്യാൻറ്റീനിൽ പോവുക, ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക. തൊട്ടടുത്ത് ഇന്ദിരാ ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ മഹാവിഡ്ഢിത്തരമായ ചില കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കും ആരംഭശൂരത്വം. കഴിഞ്ഞ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇടതുമുന്നണി സർക്കാർ തന്നെ ഇത്തരം ചില ക്യാൻറ്റീനുകളൊക്കെ തുടങ്ങി. അതൊക്കെ ഏറെക്കുറെ പലതും പൂട്ടിപ്പോയി, പകുതിയിലധികം പൂട്ടിപ്പോയി എന്നുള്ളതാണ്. ഇനി അവിടെ ഇവിടെയോ 1-2 പോകുന്നുണ്ടോ എന്ന് അറിയില്ല സർക്കാർ. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ എങ്ങനെയെങ്കിലും വോട്ട് പെട്ടിയിലാക്കുക, വലിയ താമസമില്ലാതെ ഈ ഹോട്ടലുകളൊക്കെ പൂട്ടിപ്പോവുക. ഇത് തന്നെയാണ് തന്ത്രം. ഇതിൽ വീഴുമല്ലോ മനുഷ്യർ. എന്തും വെറുതെ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കില്ല, നേരെ പോവും, വോട്ട് കൊടുക്കും. തങ്ങൾക്കും കിട്ടുമല്ലോ എൻ്റെ സൗകര്യം. KSRTCയിൽ ഫ്രീ യാത്ര. എത്ര ധനാഢ്യൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളായാലും വേണ്ടില്ല, കോളേജിൽ പോവുകയാണെന്നോ പിടിച്ചോ 1000 രൂപ. KSRTCയിൽ ഇനി വലിയ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോ വലിയ ബാങ്ക് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വലിയ ശമ്പളം പറ്റുന്നവരൊക്കെ ആണെങ്കിലും സ്ത്രീകളാണോ ബസ്സിലാണ് കയറിയിരുന്നാൽ മതി, ഫ്രീ യാത്ര. ഇത്തരം വാഗ്ദാനങ്ങളാണ് ഈ പാർട്ടികളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെയെങ്കിലും ഭരണം കിട്ടണം, അധികാരത്തിലേറണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നാട് നന്നാകണമെന്നോ, പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണമെന്നോ, ഇവിടെ തൊഴിലുണ്ടാകണമെന്നോ, എല്ലാവരിലും അധ്വാനശീലം വളർത്തണമെന്നോ, അധ്വാനിച്ച് പണമുണ്ടാക്കി ജീവിക്കാൻ പഠിക്കണമെന്നോ, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരണമെന്നോ ഒന്നും ഇവർക്ക് ചിന്തയില്ല. ഈ 10 രൂപയ്ക്ക് വളരെ പാവപ്പെട്ടവനും ഒരു നേരം പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അന്തി ഉറങ്ങാൻ സ്ഥലമില്ലാത്തവന് ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. രോഗിയായി കിടക്കുന്നവനും കഴിവില്ലാത്തവനും മരുന്നെത്തിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതെന്ത് തരം സാമ്പത്തിക ശാസ്ത്രമാണ്? ഏതൊരുത്തനായാലും പണക്കാരനായാലും 10 രൂപയ്ക്ക് ഈ 3 ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കൊടുത്താൽ തങ്ങൾക്ക് വോട്ട് കിട്ടിയാലും അധികാരം കിട്ടിയാലും മതി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കുതന്ത്രജ്ഞത ഈ നാട്ടിൽ വളരണോ വളരണ്ടേ എന്നുള്ളത് നമ്മുടെ നാട്ടുകാർ തീരുമാനിക്കട്ടെ. എല്ലാം ഒരു തമാശയാണ്.
ആ തമാശകൾ ഇനിയും ഇവിടെ തുടരും. അത്തരം തമാശകൾ കേൾക്കാനും കാണാനുമായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നന്ദി, നമസ്കാരം.